ലോകരാജ്യങ്ങൾക്ക് യുദ്ധത്തോടുള്ള അമിത ആസക്തി വർദ്ധിക്കുന്നുവോ എന്ന ചോദ്യം ഏറെ പ്രസക്തമാകുന്നു. ആശങ്കപ്പെടുന്ന ചില കണക്കുകളാണ് പുറത്തു വരുന്നത്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിടുന്ന ചില കണക്കുകൾ പ്രകാരം ഞെട്ടിക്കുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ കുറേ 5 വർഷങ്ങളിലായി രാജ്യത്ത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ യുദ്ധങ്ങളോടുള്ള പ്രീതി വർദ്ധിക്കുകയാണ്. അതിൻ്റെ കണക്കുകൾ ഞെട്ടിക്കുകയാണ്. എന്താണ് ആ കണക്കെന്ന് നമുക്ക് നോക്കാം. ലോകരാജ്യങ്ങളിൽ തുടരുന്ന യുദ്ധക്കൊതി, അതാണ് സാഹചര്യം. 2025 കഴിഞ്ഞ വർഷം ആകെ ആയുധ സംഘർഷം നടന്നത് 49 എണ്ണങ്ങളാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ഇരട്ടിയായി. അതായത് നേരിട്ട് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് മുമ്പ് 3 ആ തരത്തിലുള്ള സംഘർഷമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ എണ്ണം 6ആയി. അതിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പെടുന്നുണ്ട്, യുക്രൈൻ റഷ്യ യുദ്ധമുണ്ട്, ഒപ്പം തന്നെ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷമുണ്ട്. ഇങ്ങനെ എണ്ണം പെരുകി വരുന്നു എന്നതാണ് സാഹചര്യം. ഈ സംഘർഷങ്ങളിൽ മരണപ്പെട്ടത് ഇതുവരെ 2.38 ലക്ഷം ആളുകളാണ്. 117.3 ദശലക്ഷം ആളുകൾ ഈ കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ കാലയളവിൽ നടന്ന സംഘർഷങ്ങളിൽ. 2025 ആഗോള സൈനിക ചെലവ് $2.9 ട്രില്യൺ ആണ്. അതായത് യുദ്ധങ്ങൾക്ക് വേണ്ടി ലോകരാജ്യങ്ങൾ ചിലവഴിച്ച തുകയുടെ കണക്കാണ് ഈ പറയുന്നത്. സൈനിക ചെലവ് ഏറ്റവും അധികം ചിലവഴിച്ച രാജ്യങ്ങളായതൊക്കെ അക്കാര്യം കൂടി പരിശോധിക്കാം. ഇതിൽ അമേരിക്ക തന്നെയാണ് മുമ്പൻ. അമേരിക്ക $954 ബില്യൺ ഈ സൈനിക നീക്കങ്ങൾക്ക് വേണ്ടി. അമേരിക്കയുടെ സൈനിക നടപടി അറിയാം. പല ലോകരാജ്യങ്ങളിലും സഹായമായും നേരിട്ടുള്ള നീക്കങ്ങളുമൊക്കെ അമേരിക്ക നടത്തിയിട്ടുണ്ട്. അമേരിക്ക ചിലവഴിച്ചത് $954 ബില്യൺ. ചൈനയാണ് 2ാം സ്ഥാനത്ത് $336 ബില്യൺ, റഷ്യ $190 ബില്യൺ, ജർമ്മനി $114 ബില്യൺ, ഇന്ത്യ $92.1 ബില്യൺ എന്നതാണ്. അതായത് ലോകത്തെ ഏറ്റവും അധികം സൈനിക ചെലവ് നടത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 5ാം സ്ഥാനത്തുണ്ട് എന്ന പ്രധാനപ്പെട്ട കണക്കാണ് ഇതിൽ നിന്നും വരുന്നത്. മറ്റൊന്ന് ആയുധ വ്യാപാരത്തിൻ്റെ കണക്കാണ്. ആയുധ വ്യാപാരം, ആയുധ ഇറക്കുമതി ആരാണ് മുന്നിൽ എന്നത് നോക്കുക. ഇന്ത്യ 2ാമതാണ്. 2021-25 കാലഘട്ടത്തിലെ കണക്ക് നോക്കുമ്പോൾ ഇന്ത്യ 2ാമതാണ്. 1ാമത് യുക്രൈനാണ്. ഒരുപക്ഷെ റഷ്യയുമായുള്ള സംഘർഷം മൂലം അവർക്ക് കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടി വന്നിരിക്കാം. അതുകൊണ്ടാവാം അവർ കണക്കിൽ മുന്നിൽ വന്നത്. 2ാം സ്ഥാനത്ത് ഇന്ത്യയാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ലോകത്തെ ഏറ്റവും അധികം ആയുധങ്ങൾ വാങ്ങിയ, ആയുധ ഇറക്കുമതി നടത്തിയ രാജ്യങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്ത്. 3ാം സ്ഥാനത്ത് സൗദി അറേബ്യയാണ്, 4ാമത് ഖത്തറാണ്, 5ാമത് പാകിസ്ഥാനാണ് വരുന്നതെന്നാണ് ഈ കണക്ക്. മറ്റൊന്ന് ആണവായുധങ്ങളാണ്. ഏറെ ആശങ്കപ്പെടുന്ന കണക്കുകളാണ് ആണവായുധങ്ങൾ സംബന്ധിച്ചുണ്ടാവുന്നത്. കാരണം ആണവ ആയുധങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ഒരു ശ്രദ്ധയിലേക്ക് ലോകരാജ്യങ്ങളുടെ സമാധാന ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ആണവായുധങ്ങളോട് പ്രിയമേറുന്നു ലോകരാജ്യങ്ങൾക്ക്. ആശങ്കപ്പെടുത്തുന്നു ഈ സാഹചര്യം. ലോകത്താകെ 12,187 ആണവായുധങ്ങളാണ് ഇതുവരെ ഉള്ളത് എന്നത് ഏകദേശ കണക്കാണ്. ഈ കൃത്യമായ കണക്കുകൾ രാജ്യങ്ങളൊന്നും പുറത്തുവിടാറില്ല, പക്ഷേ ശേഖരിക്കപ്പെടുന്ന ഏകദേശ കണക്കുകളാണ്. ചൈനയുടെ ആണവ ശേഖരം വേഗത്തിൽ വർദ്ധിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇന്ത്യ പാകിസ്ഥാൻ ചൈന മേഖലയിൽ ആണവ മത്സരവും ശക്തമാകുന്നു എന്നതാണ് സാഹചര്യം. ഇത് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ റിപ്പോർട്ടിൻ്റെ ഒരു ചുരുക്കം പരിശോധിക്കുമ്പോൾ ഇതാണ്: ലോകം പുതിയ ആയുധ മത്സരത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം. മറ്റൊന്ന്, യുദ്ധങ്ങളും ഭൂപ്രദേശ അധിനിവേശങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യം. ആണവായുധ നിയന്ത്രണ സംവിധാനങ്ങൾ ദുർബലമാകുന്നു. UN അടക്കമുള്ള ഇടപെടലുകൾ ഒരു തരത്തിലും ഫലം കാണുന്നില്ല. ആണവായുധങ്ങളോട് പ്രിയമേറുന്നു ലോകരാജ്യങ്ങൾ, സ്വന്തം നിലയ്ക്ക് നീങ്ങുന്നു. നമുക്കറിയാം, ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക സംഘർഷങ്ങളിലെല്ലാം ആണവായുധ തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയമാകുന്നത്. ഇപ്പോൾ ഒടുവിൽ യുദ്ധ ഉടമ്പടിയിലേക്ക് പോകുമ്പോഴും ഒത്തുതീർപ്പാവാത്തതും ആ ഒരു വിഷയത്തെ ചൊല്ലിയാണ്. മറ്റൊന്ന്, AI, ഡ്രോൺ, സൈബർ സാങ്കേതിക വിദ്യകൾ യുദ്ധത്തിൻ്റെ സ്വഭാവം മാറ്റുന്നു. നമുക്ക് മുന്നിലുള്ളത് കഴിഞ്ഞ ദിവസം നമ്മുടെ കരസേനാ മേധാവി നടത്തിയ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം തന്നെ പറയുന്നു, ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ യുദ്ധം അതിൻ്റെ പുതിയ സ്വഭാവത്തിലേക്ക് കടക്കുകയാണ്. ആയുധങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല ഇപ്പോൾ നടക്കുന്നത്, മറിച്ച് അത് മറ്റ് ബൗദ്ധിക മേഖലയിലും സാങ്കേതിക വിദ്യ തലത്തിലും ഏറ്റുമുട്ടല. AI ഉപയോഗിക്കുന്നുണ്ട്, ഒപ്പം തന്നെ ഡ്രോൺ അടക്കമുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധം അതിൻ്റെ പുതിയ രൂപത്തിലേക്ക് മാറുന്നു എന്ന സാഹചര്യം കൂടി ഉണ്ടാവുന്നുണ്ട്. മറ്റൊന്ന്, സമാധാന സംവിധാനങ്ങളുടെ അന്താരാഷ്ട്ര നിയമങ്ങളും സമ്മർദ്ദത്തിലാകുന്നു. സമാധാന സംവിധാനങ്ങളൊന്നും ഫലം കാണുന്നില്ല, UN ഇടപെടലുകളൊന്നും ഫലം കാണുന്നില്ല. ഈ രീതിയിലേക്ക് ലോകരാജ്യങ്ങളുടെ ക്രമം തന്നെ മാറിപ്പോകുന്നു എന്നതാണ് അവസ്ഥ. ചുരുക്കം ഇതാണ്:
ലോകത്ത് യുദ്ധക്കൊതിയുള്ള നിരവധി രാജ്യങ്ങളുണ്ട്. അവ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ നഷ്ടപ്പെടുന്നത് നിരവധി ജീവനുകളാണ്, നിരവധി ആളുകളാണ് കുടിയൊഴിപ്പിക്കപ്പെടുന്നത്. ഞെട്ടിക്കുന്ന കണക്കാണ്. അതിനുമപ്പുറമാണ് ആണവായുധങ്ങളോടുള്ള പ്രിയം. നമുക്ക് മുന്നിൽ വലിയ ആശങ്ക ഉയർത്തുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.